അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നലെ നടന്ന താരീഖിൻ്റെ ആൻസർ കീയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത്, ബ്രാക്കറ്റിൽ നിന്ന് വയസ്സ് കണ്ടെത്തുക. ബ്രാക്കറ്റിൽ കുറച്ച് പേരുടെ വയസ്സുകൾ തന്നിട്ടുണ്ട്, താഴെ പറയുന്ന ആളുകളുടെ. അത് ശരിയായ രൂപത്തിൽ നമ്മൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്രയാണ്? 49. രണ്ടാമത്തത് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 80. ഇനി മൂന്നാമത്തത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 64. അടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 72. 5 ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 83. ഈ രൂപത്തിൽ ശരിയായി എടുത്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്തുക. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം എന്നാണ്? ഹിജ്റ 4. അവിടെ നമ്മൾ ശരി മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. 2 ചെങ്കോട്ട നിർമ്മിക്കാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. മൂന്നാമത്തത് മമ്പുറം തങ്ങൾ വഫാത്തായത് ഞായറാഴ്ച. 4 വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവർ രചിച്ച ഒരു കിതാബാണ് ഉസൂലുൽ ദബ്ഹ് എന്നുള്ളത്, അവിടുത്തെ രചനയിൽപ്പെട്ടതാണ്. 5 മാഹിക്കടുത്ത ചോമ്പാലിലാണ് ആര് ജനിച്ചത്? മഖ്ദൂം രണ്ടാമൻ ജനിച്ചത്. ഇനി അടുത്തത് ചോദ്യത്തിന്റെ നമ്പർ എഴുതി യോജിപ്പിക്കുക. ഈ രണ്ടാമത്തെ സൈഡിൽ ഉത്തരങ്ങളുണ്ട്, ആ ഉത്തരത്തിനോട് ചേർന്ന കോളത്തിൽ ചോദ്യത്തിന്റെ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് സൽജൂഖിയ. സൽജൂഖിയ അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആ സമയത്ത് ഉള്ളതാണ്. അപ്പോൾ ഉസ്മാനിയ എന്നുള്ളിടത്ത് നമ്മൾ നമ്പർ 1 കൊടുക്കണം. രണ്ടാമത്തത് കുത്തുബുഷ ചാർമിനാർ സ്ഥാപിച്ചത്. അപ്പോൾ ചാർമിനാർ എന്നുള്ളിടത്ത് 2 എന്ന് കൊടുക്കണം. മൂന്നാമത്തത് ഇമാം സുഹ്റവർദി, അവരുടെ രചനയാണ് റിഹ്ലത്തുൽ മുലൂക്ക് എന്നുള്ളിടത്ത് 3 എന്ന് കൊടുക്കണം. പൊന്നാനി മലബാറിലെ മക്ക, അവിടെ 4 എന്ന് കൊടുക്കണം. 5 ഫതുഹുൽ മുബീൻ, ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു രചിച്ചതാണ് ഫതുഹുൽ മുബീൻ, അവിടെ 5 എന്ന നമ്പർ കൊടുക്കണം. 6 മലബാർ മാനുവൽ, വില്യം ലോഗൻ, അവിടെ 6 എന്ന് കൊടുക്കണം. ഈ രൂപത്തിൽ ചോദ്യത്തിന്റെ നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് വിവരിക്കുക. ഖിലാഫത്ത് എന്താണ്? എന്താണ് ഖിലാഫത്ത്? അത് വിശദീകരിക്കാനാണ് 6 മാർക്ക് അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവർക്ക് വേണ്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികളെയാണ് ഖലീഫ എന്ന് പറയുന്നത്. അവരുടെ ഭരണത്തെയാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബഅലവി കുടുംബം. ആരാണ് ബഅലവി കുടുംബം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകനായ അലവി ഇബ്നു ഉബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് ബഅലവി കുടുംബം. ഇനി അടുത്തത് 5ാമത്തത് പൂരിപ്പിക്കുക. തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണക്കായി ആഗ്രയിൽ ഷാജഹാൻ സ്ഥാപിച്ച മറ്റൊരു സ്മാരകമാണ് താജ്മഹൽ. രണ്ടാമത്തത് യമനിലെ മഅബറിൽ നിന്നും വന്ന അഷെയ്ഖ് അലി ഇബ്നു അഹ്മദ് അൽ മഅബരി എന്നവരാണ് മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഈ രൂപത്തിൽ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 6ാമത്തെ ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനായിരുന്നു ആര്? സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് മമ്പുറം തങ്ങൾ ജനിച്ചത് എവിടെയാണ്? യമനിലെ തെരീം. 3 മുഗൾ ഭരണകൂടത്തിന്റെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ബഹാദർ ഷാ. 4 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 5ാമത്തത് ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടത്തിയ ആര്? ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. 6 വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ സെക്രട്ടറി ആരാണ്? ഷംസുൽ ഉലമ എ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഇനി ഉത്തരം എഴുതാം. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ശപഥം എന്തായിരുന്നു? മകൻ ഇസ്ലാം വിശ്വസിച്ചതോടെ അവൻ അത് ഒഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ശപഥം.
2 ഉഹദിൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പോരാട്ടത്തെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ആ ദിവസം മുഴുവനും തൽഹയുടേതായിരുന്നു എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 3-മത്തത് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽ ഉൾപ്പെടുന്ന 2 പേർ ആരൊക്കെയാണ്? ഒന്ന് ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, 2-മത്തത് കെ.കെ. സദഖത്തുള്ള മുസ്ലിയാർ. ഇതാണ് 7ാം ക്ലാസ്സിലെ ഇന്നലെ വന്ന താരീഖിന്റെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.